ഇത്തവണ കളി കാര്യമായി മാറുകയാണ്. ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് ഇനിയും വളഞ്ഞ വഴിയിലൂടെ പ്രതിപക്ഷ നേതാവിന്റെ കസേര സ്വന്തമാക്കിയ പിണറായി വിജയന് പറയാൻ പറ്റില്ല. ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന ചോദ്യത്തിന് LDFിൽ ഇന്നും ഒരു ഉത്തരമില്ല. ആ പട്ടവും KN ബാലഗോപാലിന് നൽകാമെന്ന് പിണറായി കണക്ക് കൂട്ടുന്നുണ്ട്. എങ്കിലും മുന്നണിയിലെ CPI തുറന്നുവിട്ട ആ വലിയ കസേര യുദ്ധം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് തിരുവഞ്ചൂരിന്റെ മുന്നിലേക്കാണ്. ഒരു സഭയെ കൃത്യമായി മുന്നോട്ട് നയിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കർ പിണറായി വിജയന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഏത് നിമിഷവും പൊട്ടുന്ന പാകത്തിനുള്ള ഒരു ഉഗ്രൻ ബോംബാണ്. സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും കൃത്യമായി ഉയർത്തിപ്പിടിച്ചുള്ള തിരുവഞ്ചൂരിന്റെ ഈ നീക്കം LDFിന് അതീവ സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത്. കേവലം ഒരു ഓഫീസ് മുറിക്കായുള്ള ആവശ്യമല്ല CPM ഉന്നയിച്ചത്. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനായി പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി കൈക്കലാക്കി VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നിരയിലെ രണ്ടാമൻ ബാലഗോപാൽ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനും അധികാരം ഉറപ്പിക്കാനുമായിരുന്നു CPMന്റെ തന്ത്രപരമായ നീക്കം. എന്നാൽ നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സഭയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ മുറിയുള്ള ബാലഗോപാലിന് പുതിയൊരു മുറി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉപനേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ സ്പീക്കർക്ക് ഔദ്യോഗികമായിട്ടൊരു കത്ത് നൽകേണ്ടി വരും. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്ന് വ്യക്തമാക്കി പിണറായി വിജയൻ കത്ത് തന്നാൽ മുറി അപ്പോൾ അനുവദിക്കാമെന്ന് സ്പീക്കർ മാന്യമായി വ്യക്തമാക്കിയതോടെ CPMന്റെ ഈ പിൻവാതിൽ നീക്കങ്ങളെല്ലാം അമ്പയെ പാടുകയായിരുന്നു. ബാലഗോപാലിന്റെ പേര് നൽകിയാൽ CPI പരസ്യമായി എതിർപ്പുമായി രംഗത്ത് വരും. മറിച്ച് CPIയുടെ K രാജന്റെ പേര് നിർദ്ദേശിച്ചാൽ CPMനുള്ളിലെ വിഭാഗീയതയും അധികാര സമവാക്യങ്ങളും വീണ്ടും തെരുവിലേക്കും വരും. സഭയിൽ CPMന് 26ഉം CPIക്ക് 8ഉം അംഗങ്ങളാണ് ഉള്ളത്. മുന്നണി മര്യാദയനുസരിച്ച് രണ്ടാമത്തെ പ്രബല കക്ഷിക്ക് അർഹമായ പദവി നൽകണമെന്ന ആവശ്യത്തിൽ ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ അയവില്ലാത്ത നിലപാടുമാണ് എടുക്കുന്നത്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പുലർത്തിയിരുന്ന അച്ചടക്കം പ്രതിപക്ഷത്തായതോടെ നഷ്ടപ്പെട്ട മട്ടിലുള്ള LDFിൽ മാസങ്ങളായി തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്നത് ഈ ഉപനേതൃത്വത്തെ ചൊല്ലിയുള്ള കടുത്ത തർക്കം മൂലമാണ്. ഇതിനിടയിലാണ് സ്പീക്കറുടെ തന്ത്രപരമായ തീരുമാനം LDFിലെ തീപ്പൊരിക്ക് കൂടുതൽ കാറ്റുപകർന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാനും സഭയിൽ ഭരണപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ ഒറ്റ നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ഈ മുറി വിവാദം LDFിൽ വൻ തമ്മിലടിക്കായിരിക്കും വഴിമരുന്നിടുക.